ചേർത്തല താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടന്നു. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു M. നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോ കോളേജ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത M. നായർ വനിതാ ദിന സന്ദേശം നൽകി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS നായക സഭാംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ, NSS യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശോഭ മനോഹർ നന്ദിയും പറഞ്ഞു. ഈ ഒരു ദിനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആ ഒരു വർഷം മുഴുവൻ തന്നെ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ സമത്വം, ശാക്തീകരണം, ഇതെല്ലാം നമ്മൾക്ക് വേണം. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വനിതാ ദിനം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ അതിൽ വളരെയധികം പ്രൊവിഷനുകൾ, ആർട്ടിക്കിളുകൾ സ്ത്രീകളുടെ സമത്വത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടാക്കൾക്ക് അന്ന് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. 1950 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. അന്ന് മുതൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് സമത്വം കിട്ടുന്നില്ല? അതാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് സമത്വം കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം. അവരവർ പ്രയത്നിച്ചാൽ മാത്രമേ സമത്വം കിട്ടുള്ളൂ. അല്ലാണ്ട് വേറൊരാൾ നമുക്ക് വേണ്ടി ഇത് കൊണ്ടു തരണം എന്ന് പറഞ്ഞ് നമ്മൾ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമത്വം കിട്ടില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അത് പ്രയത്നിക്കണം. അപ്പൊ ഓരോ കാര്യത്തിനും അവരവർ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്കത് കിട്ടുകയുള്ളൂ. ഇപ്പൊ സ്കൂളിലായാലും നമുക്ക് പഠിച്ചു കഴിഞ്ഞ് മാർക്ക് കിട്ടണമെങ്കിൽ, ഒരു പരീക്ഷ എഴുതി മാർക്ക് കിട്ടണമെങ്കിൽ വെറുതെ ചെന്നിരുന്ന് എഴുതിയാൽ കിട്ടുമോ? കിട്ടൂല. അത് നമ്മൾ നല്ലവണ്ണം ആ പോർഷൻസ് പഠിച്ച് പോയി പരീക്ഷ എഴുതിയാൽ മാത്രമേ നമുക്കതിൽ നല്ല മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. നമ്മൾക്ക് വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. ആരും നമുക്ക് ദാനം ചെയ്ത് കൊണ്ടു തരുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മൾ ഓരോരുത്തരും അതിന് പ്രയത്നിക്കണം. അതുപോലെ ഈ സമത്വം, എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കാം ഈ സമത്വത്തിനെ കാണുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സ്ത്രീക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ പുരുഷന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് സമത്വമായിട്ട് അംഗീകരിക്കുകയില്ല. സ്ത്രീയും പുരുഷനും ഒരേപോലെ അല്ല. രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങളാണ് അവരവരുടെ കയ്യിലുള്ളത്.